Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് 4 തരത്തിലുള്ള കൺസെപ്റ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആണ്. എന്താണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ വരുന്നുണ്ട്, കൺസ്യൂമേഴ്സ് പ്രിഫർ ദ ഗുഡ്സ് വിച്ച് ആർ ഈസിലി അവൈലബിൾ അറ്റ് ലോവർ പ്രൈസസ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആളുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന സാധനങ്ങളെയാണ് കൺസ്യൂമേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വളരെ അധികം ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്തുക, അതും ലോവർ കോസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ ഉള്ള കൺസെപ്റ്റിനെയാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സ് ഹാവ് നോ ചോയ്സ്, ദേ ഹാവ് ടു ടേക്ക് വാട്ട് ഈസ് ബീങ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ കൺസ്യൂമേഴ്സിന് വേറൊരു ചോയ്സ് ഇല്ല. എന്താണോ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് അത് വാങ്ങുക അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുക എന്ന് മാത്രമുള്ളൊരു ഓപ്ഷനാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുക ലോവർ കോസ്റ്റിൽ, ഇതിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. കൺസ്യൂമേഴ്സിന് വേറൊരു തരത്തിലും ഇതിൻ്റെ ഒരു ബദൽ സംവിധാനം അവർക്ക് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വേറൊന്ന് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ലാതിരിക്കുക. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത ഈ ഒരു പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതും ഈ ഒരു കാര്യത്തിനാണ് മെയിനായിട്ട് വരുന്നത്. ഓരോ കൺസെപ്റ്റിൻ്റെയും പ്രധാന ഇമ്പോർട്ടൻസ് ആണ് ഇങ്ങനെ റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും, ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ യൂസ് ചെയ്യും, നല്ല രീതിയിൽ പ്രൊഡക്റ്റ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ലോ കോസ്റ്റ് പ്രൊഡക്റ്റിനും മാസ് ഡിസ്ട്രിബ്യൂഷനും സെയിൽ ഓഫ് പ്രൊഡക്റ്റും. രണ്ടാമത്തെ കോൺസെപ്റ്റാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. ആദ്യത്തേത് പ്രൊഡക്ഷൻ ആണ്, പ്രൊഡക്ഷനിൽ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രം. രണ്ടാമത്തെ പ്രൊഡക്റ്റ് കൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഫേവർ ദ പ്രൊഡക്ട്സ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി, ബെറ്റർ പെർഫോമൻസ് ആൻഡ് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ്. എപ്പോഴും കൺസ്യൂമേഴ്സ് നോക്കുന്നത് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, നല്ല പെർഫോമൻസ് ഉള്ളത്, നല്ല ഇന്നോവേറ്റീവായ ഫീച്ചേഴ്സ് വേണം. ഇതാണ് ഒരു കൺസ്യൂമർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കൺസെപ്റ്റാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ മാർക്കറ്റിങ്ങിൽ പ്രത്യേകിച്ച് വേണ്ടത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് പ്രൊഡക്റ്റ് വിൽ സെൽ ഇറ്റ് സെൽഫ്. എന്താ അതിൻ്റെ മീനിങ്? നല്ലൊരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ വരുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് പരസ്യങ്ങളുടെ ആവശ്യമില്ല, അത് തന്നെ മതി ധാരാളം അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പ്രൊഡക്റ്റ് ഈസ് റിയലി ഗുഡ്, ദ പ്രൈസ് ഈസ് റീസണബിൾ. നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൈസ് റീസണബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ മാർക്കറ്റിംഗ് എഫേർട്ടൊന്നും ഇവിടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രോഡക്റ്റിനാണ്. നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ പ്രൊഡക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പ്രധാനമായിട്ട് വരുന്ന ഈ കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് 3 പോയിന്റ്. ഒന്ന്, ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു, നല്ല ഇന്നോവേറ്റീവായ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുന്നു, ഇവിടെയും സെയിൽ ഓഫ് ഗുഡ്സ് ഉണ്ടായിരിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ കോൺസെപ്റ്റ് ആണ് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് തന്നെ അറിയാം, ഇവിടെ എന്താണ്? മാക്സിമം സെല്ല് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ദാറ്റ് കൺസ്യൂമേഴ്സ് വിൽ നോട്ട് ബൈ ഗുഡ്സ് വോളണ്ടറിലി. കൺസ്യൂമേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ഗുഡ്സ് പോയി സ്വമേധയാ ചിലപ്പോഴേ വാങ്ങുള്ളൂ. അപ്പോൾ അവിടെ ആരാണ് കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്യേണ്ടത്? ദ സെല്ലർ മസ്റ്റ് ദെർഫോർ അണ്ടർടേക്ക് എ ലാർജ് സ്കെയിൽ സെല്ലിംഗ് ആൻഡ് പ്രൊമോഷണൽ എഫേർട്സ്. അപ്പം അവരെ കൊണ്ട് വാങ്ങാൻ നിർബന്ധിതരാക്കണമെങ്കിൽ സെല്ലേഴ്സ് നല്ല എഫേർട്ട് എടുക്കണം. എന്തിനു വേണ്ട? അത്രത്തോളം അവരുടെ പ്രോഡക്റ്റുകൾ ലാർജ് സ്കെയിലായിട്ട് സെല്ല് ചെയ്യുകയും വേണം, നന്നായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ആ ഒരു സെയിൽസ് ഓറിയൻറ്റേഷൻ ഫിലോസഫിക്കാണ് ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഗുഡ്സ് ആർ നോട്ട് ബോട്ട് ബട്ട് സോൾഡ്. ഗുഡ്സ് ബോട്ട് ചെയ്യപ്പെടുന്നില്ല, പക്ഷെ നല്ല രീതിയിൽ വിൽപ്പന അവിടെ നടക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദ മേക്കർ ഓഫ് പ്രൊഡക്റ്റ് മസ്റ്റ് സേ ദാറ്റ് ദിസ് പ്രൊഡക്റ്റ് ഈസ് ബെസ്റ്റ് ആൻഡ് ഹി ഫെയിൽസ് ഇഫ് ഹി കീപ്സ് മം. മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വന്ന് ആരും വാങ്ങിക്കൊണ്ടുപോവില്ല. അപ്പം നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാണ് സെല്ലിങ് അവിടെ നടക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെ കൺസെപ്റ്റ്? എന്താണ് ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ടു സെൽ മോർ സ്റ്റഫ് ടു മോർ പീപ്പിൾ മോർ ഓഫൺ ഫോർ മോർ മണി ഇൻ ഓർഡർ ടു മേക്ക് മോർ പ്രോഫിറ്റ്. നല്ല രീതിയിൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന, സെല്ലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺസെപ്റ്റാണിത്. അവിടെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, പ്രൊമോഷൻ ഉണ്ടായിരിക്കും, സെയിൽസ് ഉണ്ടായിരിക്കും. നല്ല പ്രൊഡക്റ്റ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, നല്ല പ്രൊമോഷനിലൂടെ സെയിൽസ് ഉണ്ടാവുന്നു. ഓക്കെ,
ഇനി നെക്സ്റ്റ് നാലാമത്തെ കൺസെപ്റ്റ് ആണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാം ഇവിടെ എന്താണ് ഈ ഒരു കൺസെപ്റ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്രൈമറി ടാസ്ക് ഓഫ് ബിസിനസ് ഫേം. ഓരോ ബിസിനസ് ഫേമിൻ്റെയും ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റഡി ദ നീഡ്സ്, ഡിസയേഴ്സ്, പ്രിഫറൻസ് ഓഫ് ദ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഗൂഡ്സ് വിച്ച് ആർ ആക്ച്വലി നീഡഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. എന്താ അതിൻ്റെ മീനിങ്? ഇവിടെ ഈ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റിലേക്ക് എത്തിയപ്പം കുറേ മാറ്റങ്ങൾ വന്നു. അവിടെ ഏതൊരു ബിസിനസ് ഫേമിൻ്റെയും ആദ്യത്തെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ കസ്റ്റമറെ അറിയുക, അവരുടെ നീഡ്സ്, ഡിസയേഴ്സ്, പ്രിഫറൻസുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. വെൻ ആൻ ഓർഗനൈസേഷൻ പ്രാക്ടീസസ് ദ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, ഏതൊരു ഓർഗനൈസേഷൻ ആണോ ഈ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഓൾ ഇറ്റ്സ് ആക്ടിവിറ്റീസ് വിൽ ബി ഡയറക്റ്റഡ് ടു സാറ്റിസ്ഫൈ. അവർ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് എവിടേക്ക് ഡയറക്ഷൻ പോകാൻ പാടുള്ളൂ? അൾട്ടിമേറ്റ് ആയിട്ട് അവരുടെ കൺസ്യൂമർ സാറ്റിസ്ഫൈ ചെയ്യണം. സക്സസ്ഫുൾ കമ്പനീസ് റിയലൈസ് ദാറ്റ് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഈസ് ദ ബെസ്റ്റ് അഡ്വർടൈസർ ഫോർ ദെയർ പ്രോഡക്റ്റ്. നല്ല രീതിയിൽ വിജയം കൈവരിച്ച കമ്പനിക്ക് അറിയാം അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ തന്നെയാണ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും നല്ല അഡ്വർടൈസറായിട്ട് മാറുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രൊഡക്ഷൻ കൊണ്ടോ പ്രൊഡക്റ്റോ സെല്ലിംഗ് എഫേർട്ട് കൊണ്ടോ മാത്രമല്ല, ത്രൂ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. കുറേ പ്രൊഡ്യൂസ് ചെയ്യുക, കുറേ വിൽപ്പന നടത്തുക, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. കൺസ്യൂമേഴ്സ് രണ്ടാമത് ഡിമാൻഡ് ചെയ്ത് വരണം. കൺസ്യൂമേഴ്സ് ആർ മാർക്കറ്റിംഗ് അസറ്റ്. കൺസ്യൂമേഴ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആരായിട്ടാണ്? മാർക്കറ്റിംഗ് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ പീറ്റർ ഡ്രക്കർ റിമാർക്ക് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ ഏത് തരത്തിലാണ്? ഫൗണ്ടേഷൻ ഓഫ് എ ബിസിനസ് എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കസ്റ്റമറാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് വിസിറ്റർ ഇൻ അവർ പ്രമിസസ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് കയറി വരുന്ന ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു വിസിറ്റർ എന്ന് പറയുന്നത് കസ്റ്റമറാണ്. അപ്പോൾ ഈ ഡൂയിങ് എ ഫേവർ ബൈ കോളിംഗ് ഓണേഴ്സ്. നമ്മളെ വിളിക്കുന്ന മാത്രയിൽ തന്നെ അവർക്ക് വേണ്ട ഫേവർ നമ്മൾ ചെയ്തു കൊടുക്കുക. ഹി ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓണേഴ്സ്. അവർ നമ്മളെ അല്ല ആശ്രയിക്കുന്നത്, നമ്മളാണ് അവരെ ആശ്രയിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ്. എങ്ങനെ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം? വിത്ത് റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് പ്രോഫിറ്റ് അലോൺ. പ്രോഫിറ്റ് മാത്രമല്ല, എന്നാൽ ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ചാർജ് ചെയ്തുകൊണ്ട് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ കൺസെപ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ഘടന എന്ന് പറയുന്നത് അവിടെ കസ്റ്റമറാണ് കിങ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമറെ അറിഞ്ഞു, നമ്മളതിന് വേണ്ട റിസർച്ച് നടത്തി, അവരുടെ നീഡ്സ് അറിഞ്ഞു, അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു, സെയിൽ ചെയ്തു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് മാർക്കറ്റിങ്ങിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഫീച്ചേഴ്സ്? അല്ലെങ്കിൽ മോഡേൺ കോൺസെപ്റ്റ് എന്നറിയപ്പെടുന്നതും മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ്. ഇവിടെ കൺസ്യൂമറിനാണ് ഇമ്പോർട്ടൻസ്. കൺസ്യൂമർ ഈസ് ദ കീ എന്നാണ് പറയുന്നത്. കൺസ്യൂമർ ആരാന്നറിയുക, അവർക്ക് വേണ്ടത് കൊടുക്കുക, അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റ് അവിടെ ഫുൾഫില്ലായി. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എ ബിസിനസ് എൻ്റർപ്രൈസ് ഹാസ് ഡ്യുവൽ ഒബ്ജക്റ്റീവ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഈ രണ്ട് ഒബ്ജക്റ്റീവുകൾ എന്താണ്? ഒന്ന്, കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക തന്നെയാണ്. രണ്ടാമത്, ഒപ്പം നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. പ്രോഫിറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് സപ്ലൈയിങ് വാട്ട് ദ കസ്റ്റമേഴ്സ് വാണ്ട്സ്. എന്താണ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് അത് നമ്മൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ് മസ്റ്റ് ബി ഐഡൻറ്റിഫൈഡ് പ്രോപ്പർലി. കൃത്യമായിട്ട് അത് വേർതിരിച്ചറിയുക അവരുടെ ആവശ്യങ്ങൾ. ആൻഡ് ഡീപ്ലി ബിഫോർ സ്റ്റാർട്ടിങ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക കൃത്യമായിട്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദീസ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വേണം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ റിസോഴ്സുകളും പ്രൊഡക്ഷന് വേണ്ടത് എങ്ങനെയായിരിക്കണം? അതിൻ്റെ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ആയിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ റിസോഴ്സിനെയും എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും മാക്സിമം യൂട്ടിലൈസേഷനും മറ്റ് മിനിമൈസ്ഡ് കോസ്റ്റ് ആയിരിക്കണം. അതിൻ്റെ കോസ്റ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പരമാവധി കുറയ്ക്കുകയും യൂട്ടിലൈസേഷൻ മാക്സിമം ആയിട്ട് വേണം റിസോഴ്സിനെ ഉപയോഗിക്കാൻ. എവറി ആക്ടിവിറ്റി എൻ്റർപ്രൈസിലെ എന്തൊരു ആക്ടിവിറ്റിയും സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൺസ്യൂമറിലായിരിക്കണം, എൻഡ് ചെയ്യണത് അവരുടെ സാറ്റിസ്ഫാക്ഷനിലൂടെ ആയിരിക്കണം. ഏതൊരു ആക്ടിവിറ്റിയും സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൺസ്യൂമറിലാണ്, എൻഡ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ. Consumers are classified into groups on the basis of income, lifestyle, education, age, volume of purchases, called market segmentation.
നമ്മളെപ്പോഴും കൺസ്യൂമേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ചില ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരിക്കണം. എങ്ങനെയായിരിക്കണം? അവരുടെ ഇൻകോ, അവരുടെ എഡ്യൂക്കേഷനോ, ലൈഫ് സ്റ്റൈലോ, വോള്യൂം ഓഫ് പർച്ചേസോ, ഏജോ അതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ദ ഫേം ചൂസസ് വൺ ഓഫ് ദ സെഗ്മെൻറ്റ്സ് ഓർ ക്ലാസസ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ പ്രസൻറ്റിംഗ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കസ്റ്റമറിനെ ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം പറഞ്ഞത്? നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണോ, കാരണം ഒരു ബേബി സോപ്പ് അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഒരു സെറിലാക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് ആ കുട്ടികൾക്ക് മാത്രമേ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, വേറൊരു ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ പ്രൊഡക്റ്റ് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അത് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യണം, ആ വ്യക്തികളിലേക്ക് അതിൻ്റെ സേവനം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സെലക്റ്റഡ് സെഗ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ടാർഗറ്റ് മാർക്കറ്റ്. അപ്പം നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വയസ്സായ ആളുകൾക്കുള്ളതാണോ അല്ലെങ്കിൽ ടീനേജ് ആയ കുട്ടികൾക്കാണോ, ഏറ്റവും ചെറിയ കുട്ടികൾക്കുള്ളതാണോ, അപ്പോൾ അതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാം. മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എംഫസൈസ് ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആസ് ദ കീ ടു ബോത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. സോ മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഓർമ്മയിൽ വരേണ്ടത് എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും. ഇവിടെ ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്, സെല്ലിംഗ് കൺസെപ്റ്റ്. ഈ സെല്ലിംഗ് കൺസെപ്റ്റിനെയാണ് പറയുന്ന പേര് ട്രഡീഷണൽ കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് കൺസെപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെല്ലിങ്ങും മാർക്കറ്റിങ്ങും. അവിടെ സെല്ലിങ്ങിൽ ഫോക്കസ് ചെയ്ത് പ്രൊഡക്റ്റിനാണ്, പക്ഷെ മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ നീഡ്സിനാണ്. ഇനി അതിന് വേണ്ട മാർഗം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ, സെയിൽസ് വോളിയം. നല്ല രീതിയിൽ സെല്ല് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും, സെയിൽസ് വോളിയം കൂട്ടുന്നു, അതിലൂടെ പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് അത് അവസാനം. പക്ഷെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് വരുമ്പം ഇവിടെ ഫോക്കസ് ചെയ്ത് കസ്റ്റമറുടെ നീഡ്സ് ആണ്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ്, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാർക്കറ്റിംഗ് ആണ്. ആൻഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ്. സോ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു 5 പോയിന്റിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് ട്രഡീഷണൽ കൺസെപ്റ്റ്. ട്രഡീഷണൽ കൺസെപ്റ്റിൻ്റെ വേറൊരു പേരാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. മോഡേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ കൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം, അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പ്രൊഡക്റ്റ് ഓൺലി മാത്രമാണ്. പക്ഷേ മോഡേൺ കൺസെപ്റ്റിലോ അവിടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കസ്റ്റമറെയാണ് ഫോക്കസ് ചെയ്തത്. ഇനി ട്രഡീഷണൽ കൺസെപ്റ്റിൽ എന്താണ്? നമ്മൾ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഏതിലൂടെയാണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ്. ഇനി ഈ ട്രഡീഷണൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം മോഡേൺ എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുമ്പോൾ അത് ലോങ് ടേം ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, പ്രൊമോഷണൽ ആക്ടിവിറ്റി ഒക്കെ വളരെ കുറവാണ് ഇവിടെ. നല്ല രീതിയിൽ സെയിൽസ് നടക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രൊമോട്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും അത്ര കണ്ട് ഉപയോഗിക്കുന്നില്ല. എന്നാൽ മോഡേൺ കൺസെപ്റ്റിലോ വൻതോതിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ പറയാം ഇതൊരു നാരോ കൺസെപ്റ്റ് ആണെന്നുള്ളത്. അതേസമയം ഇത്രയും കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ഇതൊരു ബ്രോഡർ കൺസെപ്റ്റ് ആണ് മോഡേൺ കൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഒന്നുകൂടിയിട്ട് ഡിഫറൻസുകൾ പറയുന്നുണ്ട്, സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കൺസെപ്റ്റും സെല്ലിംഗ് കൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ എല്ലാം പഠിക്കുക. കാരണം ഇങ്ങനെ പഠിക്കുമ്പോൾ വാട്ട് ഈസ് സെല്ലിംഗ് കൺസെപ്റ്റ് ചോദിച്ചാൽ നമുക്ക് ഇത്ര പോയിന്റ് എഴുതാൻ അറിയണം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്താ ചോദിച്ചാൽ അറിയാം. അപ്പോൾ ഇത് രണ്ടും പഠിക്കുകയാണെങ്കിൽ കമ്പാരിസണും നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുക, പൈസ വാങ്ങുന്നു, ഗുഡ്സ് കൊടുക്കുന്നു. പക്ഷെ മാർക്കറ്റിങ്ങിലോ ഗുഡ്സും പൈസയൊക്കെ ഉണ്ടെങ്കിലും ഒപ്പം കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. സെല്ലിംഗ് കൺസെപ്റ്റ് മെയിനായിട്ട് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? സെല്ലറുടെ ആവശ്യമാണ്. കുറേ ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? സെല്ലറുടെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ബയ്യറുടെ ആവശ്യപ്രകാരമാണ് മാർക്കറ്റിംഗ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം അപ്പോൾ എന്തുതന്നെയാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കണം, കുറേ സെയിൽ ചെയ്യണം, കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ കുറേ പ്രോഫിറ്റ് വേണം, ഇതിലൂടെ മാത്രം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ. അപ്പോൾ ഇവിടെ എന്താ? സെല്ല് ചെയ്യാൻ കുറേ സെയിൽസ് നടത്തണമെങ്കിൽ എന്ത് വേണം? കുറേ പ്രൊഡക്ഷൻ ഉണ്ടാവണം. അപ്പോൾ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ് ഇവിടെ. പക്ഷേ ഇവിടെ എന്താണ്? കസ്റ്റമർ എന്താണോ അവർക്ക് അനുസരിച്ച് കൊടുക്കും, കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. ഇത് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനൊരു പാർട്ട് തന്നെയാണ്. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? മാർക്കറ്റിംഗിൽ ഓൾറെഡി സെല്ലിംഗ് കൂടി ഇൻവോൾവ് ആവുന്നുണ്ട്. എപ്പോഴും സെല്ലിംഗ് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് എൻഡ്സ് വിത്ത് സെയിൽ. പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷവും സെയിലോട് കൂടി അവസാനിക്കുന്നതിനാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതോ പ്രൊഡക്ഷന് മുന്നേ തന്നെ തുടങ്ങും, ആൻഡ് അത് സെയിൽ കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഒരു ഓൾഡ് ആൻഡ് ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പുതിയതും മോഡേൺ കൺസെപ്റ്റുമാണ്.
ഇവിടെ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആ പ്രൊഡക്റ്റുകളെ സെയിൽ ചെയ്ത് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കസ്റ്റമർ നീഡ്സിനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനാക്കി മാറ്റുന്നത്. ഇവിടെ പ്രൊഡക്റ്റിനെ ക്യാഷ് ആക്കുന്നു, പക്ഷേ ഇവിടെ കസ്റ്റമറുടെ നീഡ് എന്തോ അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് ഓൺലി പൊസിഷൻ യൂട്ടിലിറ്റി. ഇതിൽ എന്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ പൊസിഷൻ യൂട്ടിലിറ്റി മാത്രമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷേ ഇവിടെയോ നമുക്ക് ടൈം കൃത്യസമയത്ത് അവൈലബിൾ ആവുക, വേണ്ട സ്ഥലത്ത് കിട്ടുക, ഒപ്പം തന്നെ പൊസിഷൻ യൂട്ടിലിറ്റിയും വേണം. ഇറ്റ് എൻഡ്സ് വിത്ത് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ മണി. ഇനി ഇവിടെ വൻതോതിൽ പ്രൊഡക്ഷൻ നടത്തി സെല്ല് ചെയ്ത് കഴിഞ്ഞ് പൈസയും വാങ്ങിക്കഴിഞ്ഞാൽ അതോടെ അവിടെ പരിപാടി കഴിഞ്ഞു. ഇറ്റ് എൻഡ്സ് വിത്ത് ഡെലിവറി ഓഫ് ഗുഡ്സ് അങ്ങോട്ട് ഡെലിവർ ചെയ്യുക, അതിന് പൈസ വാങ്ങുക. പക്ഷേ ഇവിടെ എന്താണ്, പുതിയതായിട്ട് ഒരു സൊസൈറ്റിയുടെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതാണ് ഡെലിവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു സെല്ലിംഗ് കൺസെപ്റ്റും മാർക്കറ്റിംഗ് കൺസെപ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ വരാവുന്ന ചാൻസ് ഉള്ളതാണ്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാം ഒരു ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആയിരുന്നു. അതിൽ നമ്മൾ ലോ കോസ്റ്റിന് പ്രൊഡക്റ്റ് ഉണ്ടാക്കണു, മാസ്സായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആവുമ്പം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കണോ, അതിന് കുറേ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു, എന്നിട്ട് നമ്മൾ വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്ഷനും പ്രൊഡക്റ്റും കഴിഞ്ഞു. ഇനി വരുന്നത് സെല്ലിംഗ് കൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ പ്രൊഡക്റ്റ് വൻതോതിലുണ്ടാക്കി പ്രൊമോട്ട് ചെയ്ത് സെയിൽസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി വൈഡായിട്ട് മാറി. അവിടെ കസ്റ്റമറെ ആദ്യം അറിഞ്ഞു, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു, അതിനനുസരിച്ച് റിസർച്ചുകൾ നടത്തി, അവരുടെ നീഡ്സ് അറിഞ്ഞു, പ്രൊഡക്റ്റ് ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നു. ഇതാണ് ആ ഒരു 4 കോൺസെപ്റ്റ്: പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ്, സെല്ലിങ്, മാർക്കറ്റിംഗ്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിഫറൻസുകൾ പറഞ്ഞു, ട്രഡീഷണൽ കോൺസെപ്റ്റും മോഡേൺ കോൺസെപ്റ്റിൻ്റെയൊക്കെ ഡിഫറൻസ് പറഞ്ഞു, ആൻഡ് സെല്ലിങ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ഡിഫറൻസ് ഇവിടെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്